ഹായ് വ്യൂവേഴ്സ്, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു ഓൾ. ജിയോ കിച്ചൻ ടൂർ വൈബ്സ് എന്ന യൂട്യൂബിൻ്റെ കുക്കറി ചാനലിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ എന്ന് പറയാൻ പറ്റില്ല, മഹാരാഷ്ട്രീയൻ ഇതാണ്. വടാപ്പാവ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മഹാരാഷ്ട്ര, ബോംബെ എല്ലാ സ്ഥലത്തും വളരെ പ്രചാരം നേടിയ ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു വിഭവമാണ് വടാപ്പാവ്. ഈ വടാപ്പാവ് എങ്ങനെ ഉണ്ടായെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിനാണ് പാവ് എന്ന് പറയുന്നത്. ഇത് മഹാരാഷ്ട്ര ഭാഷയിൽ പാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് അല്ലെ ബണ്ണെന്നാണ് അർത്ഥം. ഇത് റിലയൻസിലൊക്കെ കിട്ടും. ഇത് പാവ് എന്ന് വരാൻ ഒരു കാരണം കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ബോംബെയിലൊക്കെ 12 എണ്ണം അടങ്ങുന്ന ഒരു ഇതായിട്ടാണ് വരിക. അപ്പോൾ അതിൻ്റെ 4 എടുത്തു കഴിയുമ്പോൾ ഹിന്ദിയിൽ പാവ് എന്ന് പറഞ്ഞാൽ 4 അർത്ഥം, കാലെന്നർത്ഥം. ആ ഒരു അർത്ഥം കൂടെ വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമുക്കതിൻ്റെ അധികം ചരിത്രത്തിലേക്ക് പോകണ്ട. ഇത് നമ്മുടെ ബോംബെയിൽ ചൗപ്പാത്തി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു ഫേമസ് ബീച്ചാണ്. ആ ബീച്ചിലെ സ്ട്രീറ്റ് ഫുഡിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വടാപ്പാവ് എന്ന് പറയുന്നത്. അവിടെ ഞാൻ പോയിട്ടുണ്ട്. മുംബൈയിലെ ഒരു ഫേമസ് ബീച്ചാണ്. വൈകിട്ടൊക്കെ അത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ജുഹു പോലെയല്ല, വളരെ നീറ്റാണ് കാര്യങ്ങളൊക്കെ. അവിടെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള വിഭവമാണ് വടാപ്പാവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നീങ്ങാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് വട ഉണ്ടാക്കുക എന്നുള്ളതാണ്. വട നമ്മൾ ഐറ്റങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ ഓരോന്ന് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ പാൻ സ്റ്റൗവിൽ വെച്ചു. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടാവുമ്പോൾ നമുക്ക് കടുകിടാം. ജീരകം കടുകിട്ട് പൊട്ടിക്കാം. നമ്മൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ കറിവേപ്പില ചേർത്തിരിക്കുന്നു. പിന്നെ കുറച്ച് മല്ലിയില ചേർക്കാനുണ്ട്. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, വളരെ ചെറിയ ഓരോ ഇഞ്ചി കഷ്ണങ്ങളാണ്. പിന്നെ പച്ചമുളക് 2 ഉണ്ടമുളകാണ്, 2 മതി. കാരണം മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇപ്പം മുളക് പൊടിയും ചേർക്കണം. കുറച്ച് ഉപ്പും ചേർക്കാം. ഇനി നമുക്ക് പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ചേർക്കാനുള്ളത്. ഇത് കാരണം വട ആയി മാറുന്നത്. ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വളരെ പ്രഷർ കുക്കറിൽ വയ്ക്കുകയാണെങ്കിൽ വളരെ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുക. എങ്കിൽ അധികം വെള്ളം ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടം പോലെ വട എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇത് ഉരുളകളാക്കാനുണ്ട്, തണുക്കാൻ വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനും വേണം ബാറ്റർ. അതെ, മാവ് നമ്മളിതിൽ മുക്കിയിട്ടാണ് നമ്മൾ ഡ്രൈ ഫ്രൈയോ അല്ലെങ്കിൽ ഡീപ് ഫ്രൈയോ ഒക്കെ ആക്കിയെടുക്കുന്നത്. ഈ ബാറ്ററി മുക്കിയിട്ടാണ്. ഇതിപ്പോൾ 1 കപ്പ് കടലമാവുണ്ട്. ഇതിൽ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാനുണ്ട്. കുറച്ച് മുളക് പൊടിയും അല്പം കായപ്പൊടി, കായപ്പൊടി മസ്റ്റാണ്. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ പഴയതുപോലെ തന്നെ
ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയുണ്ട്. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നതാണ് സോഡാപ്പൊടിയെ. നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് കലക്കി വെക്കാം. കുറച്ച് ഉപ്പും ചേർക്കാനുണ്ട്. ഉപ്പ് ചേർത്തു വെള്ളം ഒഴിച്ച് ഇത് കലക്കുക. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഇത്രയും കൺസിസ്റ്റൻസി മതിയാവും. ഉരുളകളാക്കി നമുക്ക് മുക്കിയെടുക്കാനുള്ളതാണ്. അപ്പം ഇത് മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് മിക്സ്ചർ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉരുളകളാക്കി എടുക്കാം. ഇതിനെ വലിപ്പം അധികം വേണ്ട, കുറച്ച് വലിപ്പം കുറച്ച് മതി. ഉരുളകളാക്കി വെക്കുക. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഉരുളകൾ ഇങ്ങനെ എടുക്കുക, ഒരല്പം ഇങ്ങനെ അമർത്തുക. അതുപോലെ അമർത്തിയതിന് ശേഷം നമ്മൾ ബാറ്ററിൽ മുക്കുക. ഇതിപ്പോൾ ഞാൻ എണ്ണ ഇതിൻ്റെ അകത്ത് ഷാലോ ഫ്രൈയും അല്ല ഡീപ് ഫ്രൈയും അല്ലാത്ത രീതി ഒരു മീഡിയം ലെവലിലാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഞാനിതിൻ്റെ മീഡിയം സ്റ്റൈലിലാണ് ചെയ്യുന്നത്. നമ്മുടെ വട ഏകദേശം റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ആദ്യം സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് ഈ വടാപ്പാവിൻ്റെ ഒരു സൈഡിൽ കട്ട് ചെയ്ത് പുരട്ടാൻ അല്പം നമുക്ക് ഡ്രൈ ചട്നി ഒരെണ്ണം നമുക്ക് വേണം. അതിന് കുറച്ച് നിലക്കടല, ഇത് റോസ്റ്റ് ചെയ്തതാണ്, തൊലി കളഞ്ഞ നിലക്കടല റോസ്റ്റ് ചെയ്തിരിക്കുന്നതാണിത്. ഇനി നമുക്കതിൽ ചേർക്കാനുള്ളത് റോസ്റ്റഡ് ജീരകപ്പൊടിയാണ് ചേർക്കാനുള്ളത്. പിന്നെ നമ്മുടെ ആംചൂർ, നമ്മുടെ മാങ്ങാപ്പൊടി, കൂടാതെ ഇനി കായം ചേർക്കാനുണ്ട്. കായം എല്ലാ ഐറ്റത്തിലും, നോർത്ത് ഇന്ത്യൻ ഐറ്റത്തിലും കായം മസ്റ്റാണ്, ഞാൻ പറയാറുണ്ടല്ലോ. കായം ചേർത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ള കുറച്ച് മുളക് പൊടിയാണ്. പൊടി ചേർത്തു. ഇപ്പം ഉപ്പും ചേർക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ചട്നി ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ചെറിയൊരു ബൗളിലേക്ക്. ഇനി നമുക്കൊരു ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. ഇതിൻ്റെ വിശദവിവരം ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത്, നമ്മുടെ ബജി ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദമായിട്ട് ഇത് പറയുന്നില്ല. ഇതിനകത്ത് നമുക്ക് ചേർക്കാനുള്ളത്
മല്ലിയില, പുതിന ഇല, പിന്നെ ഇതിൽ പച്ചമുളക് ചേർക്കണം. അതുപോലെ തന്നെ ഇഞ്ചിയുണ്ട്. പിന്നെ കുറച്ച് ചാട്ട് മസാല ചേർക്കണം. ചാട്ട് മസാല കൂടാതെ ജീരകപ്പൊടി ചേർക്കണം. പിന്നെ നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത്, ഇതിൽ ചേർത്തിട്ടുണ്ട് ഞാൻ ബ്ലാക്ക് സോൾട്ട്, നമ്മുടെ റോക്ക് സോൾട്ട് എന്ന് പറഞ്ഞത്, പിന്നെ നമ്മുടെ ചാട്ട് മസാല. ഇത്ര ഐറ്റങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ലെമൺ ജ്യൂസും ഉണ്ട്, അതും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ലെമൺ ജ്യൂസും കൂടി ചേർക്കാനുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ചിലപ്പോൾ അല്പം വെള്ളം കൂടെ ചേർക്കേണ്ടി വന്നേക്കാം. നോക്കട്ടെ. നമ്മിനി പാവ് ഉണ്ടാക്കാൻ ശ്രമിക്കാം. നമുക്ക് ഈ പാവിൻ്റെ ഇതൊന്ന് കട്ട് ചെയ്യാം. 6 പാവുണ്ട്. ഇനി ഇതിനെ നമ്മൾ നടുവേ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങാണ്. ഫില്ലിങ്ങിന് ഈ പാവിൻ്റെ ഒരു വശം നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു വശത്ത് ഡ്രൈ ചട്നി, നമ്മൾ ഡ്രൈ ചട്നി പുരട്ടുക. പിന്നെ അടുത്ത വശത്ത് നമ്മുടെ ഗ്രീൻ ചട്നി, ഇതാണ് അതിൻ്റെ ശരിയായ പ്രൊസീജിയർ. ഇനി നമുക്ക് ഒരു വട ഇതിന് നടുക്കെടുത്ത് വെക്കണം. ഇതിങ്ങനെ പ്രസ് ചെയ്യുക. കഴിയും. വടാപ്പാവായി. ഇനി അടുത്തത് ഇതുമാതിരി ചെയ്യുക. അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ പോപ്പുലറായിട്ടൊരു വിഭവമായ വടാപ്പാവ് നമ്മളിവിടെ തയ്യാറാക്കി. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതിനധികം പ്രയാസമൊന്നുമില്ല. വടാപ്പാവ് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ആകെ കൂടെ നമുക്ക് കിട്ടേണ്ടത് ഈ പാവ് മാത്രമാണ്. പാവ് ഞാൻ പറഞ്ഞല്ലോ, നോർത്ത് ഇന്ത്യ കണക്ഷനുള്ള സൂപ്പർ മാർക്കറ്റിലാണ് കൂടുതൽ കിട്ടുക. റിലയൻസിൽ ഇത് അവൈലബിൾ ആണ്. അത് വടാപ്പാവ് മറ്റ് ഇവിടുത്തെ ബേക്കറികൾ ഉണ്ടാക്കുന്നുണ്ട്, അത് വാങ്ങിച്ചാൽ മതി. കാരണം ഇത് സാധാരണ പെണ്ണിന് പറ്റില്ല. സാധാരണ പെണ്ണിന് നല്ല മധുരം ഉണ്ടാവുള്ളൂ, ഇതിനധികം മധുരമില്ല. അതുകൊണ്ട്, കാരണം ഇത് മറ്റുള്ള ചട്നിയും മറ്റു വടയൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അധികം മധുരം പാടില്ല ബണ്ണിന്. അതുകൊണ്ട് ഈ വടാപ്പാവിൻ്റെ പാവ് തന്നെ വാങ്ങിച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് വളരെ ഫേമസ് ആണ്. നിങ്ങളൊന്നും ഉണ്ടാക്കി നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയുള്ളൂ. നിങ്ങൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കിയാൽ നിങ്ങളുടെ പേര് വളരെ ഇതാകും, സംശയമൊന്നും വേണ്ട. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി നോക്കുക. വളരെ ഈസിയാണ്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നോക്കിയിട്ട്, കാരണം ആകെ ഡിസ്ക്രിപ്ഷനിൽ ചെയ്യേണ്ടത്രേ ഉള്ളൂ. ഈ ചട്നി, ഡ്രൈ ചട്നി ഉണ്ടാക്കേണ്ടതും ഗ്രീൻ ചട്നി ഉണ്ടാക്കേണ്ടതും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ അകത്ത്. നമ്മൾ ചില ഐറ്റങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളത് പ്രശ്നമാക്കേണ്ട, അല്ലാതെ തന്നെ ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് റിക്വസ്റ്റ്, നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ സ്വന്തമായിട്ട് ലൈക്ക് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുക്കുന്നത് കൂടാതെ ഇത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ കൂടെ പോയി നോക്കണം. അപ്പോഴേ ഇതിൻ്റെ ആക്ഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. എല്ലാ വിവരങ്ങളും അത് നോട്ട് ചെയ്ത് വെക്കുക ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തോടുകൂടി ഇത് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരോടും ഇവിടെ പറയുന്നു, നമസ്കാർ, ഗുഡ് ബൈ, ജയ് ഹിന്ദ്.